ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഹിപ്പ് ഹോപ്പ് തമിഴ് ആദിയുടെ ഒരു മീശയും മുറുക്കുന്ന ഒരു തമിഴ് ചിത്രം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹിപ്പ് ഹോപ്പ് തമിഴുടെ ആദ്യ നായകനായെത്തിയ ചിത്രമായിരുന്നു. ഭയങ്കര വിജയമായിരുന്നു, പാട്ടുകളൊക്കെ ഹിറ്റായിരുന്നു. പിന്നെ ഓൾവേസ് സിനിമയിലെ കഥ, തിരക്കഥ, രചന, പാട്ട്, ലിറിക്സ്, ഡയറക്ഷൻ എല്ലാം ഹിപ്പ് ഹോപ്പ് തമിഴ് ആദ്യം തന്നെയായിരുന്നു. അപ്പോൾ ആ സിനിമയുടെ സെക്കൻഡ് പാർട്ട് എന്ന നിലയ്ക്ക് അവർ മ്യൂസിയം വർക്ക് 2 റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു റിവീലിംഗ് ടീസർ എന്ന നിലയ്ക്ക് ഒരു ഗ്ലിംസ് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടുനോക്കാം. അപ്പോൾ പഴയതുപോലെ തന്നെയാണ് ഈ പടത്തിലും ഹിപ്പ് ഹോപ്പ് തമിഴ് തന്നെയാണ്. മ്യൂസിക്, ലിറിക്സ്, ഡയറക്ഷൻ, പിന്നെ രചന, തിരക്കഥ, അങ്ങനെ മൊത്തം ഒരു പഴയ സന്തോഷ് പണ്ഡിറ്റ് മയം. പക്ഷെ ആ ഒരു ആദ്യത്തിലുള്ള ആ ഒരു മ്യൂസിയം വർക്കിൻ്റെ ആ ഒരു ലെവൽ വരുമോ ഇല്ലയോ എന്നുള്ളത് ടീസർ കണ്ടാലേ നമുക്ക് മനസ്സിലാവും. വാ. The blessings of சண்முகம் 1980 പഴയ കാലത്തിൽ പോയി കേട്ടാ. നോ തന്നെ குஷ்பு சுந்தர் சினிமா பாட்டும் சேஷாத்ரி அண்ணாவுடைய வயலினையும் ஒன்னாடா. உங்க ஏரியால போடுற டண்டனக்கர மாதிரி ஈஸி நினைச்சியல்ல. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു കണ്ടിട്ട് ഈ മറ്റേ ഇതുണ്ടല്ലോ, ഒരു ക്ലാസിക്കലും ആ ഒരു കുത്തുപാട്ടും അതിൻ്റെ ഇടയിൽ പോയി കിടന്ന് അടിവെക്കുന്നതായിരിക്കും. അതായത് ഈ ഏരിയയിൽ കിടന്ന് ഈ കുത്തുപാട്ടും ടണ്ടണൊക്കെ ഇടുന്ന പോലത്തെ എളുപ്പമാണ് ഈ വയലിനും കാര്യങ്ങളൊക്കെ ക്ലാസിക് സോങ് ഒക്കെ ഇടുന്ന അങ്ങനത്തെ കുറച്ച് ടോക്കും ആ ഒരു കോമ്പറ്റീറ്റീവ് ടൈപ്പുള്ള കുറച്ച് സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എനിക്ക് തോന്നുന്നു കണ്ടപ്പോൾ തന്നെ ഒരു കണ്ടും മടുത്ത ക്ലീശിയ സ്റ്റോറി തന്നെയാണ് വരാൻ പോകുന്നത്. പക്ഷെ എന്തായാലും ഇതുവരെ കണ്ടതിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും ഇല്ല. ആ ഒന്നോടെ നിർത്തിയാൽ മതിയായിരുന്നു. എന്തിനാണ് വെറുതെ 2 റിലീസ് ചെയ്യുന്നതെന്ന് അറിഞ്ഞൂടാ. നോക്കാം. കുറെ ഗെറ്റപ്പിൽ വരുന്നുണ്ട്. பரம்பரையிலே முறையா கத்துக்கிறவன் பரம்பரையா கத்துக்கிட்டவன்ட்ட எப்படி போட்டி ஜெயிக்க முடியும் சொல்லு. நீ ஜெயிப்பியா? எப்படிடா ஜெயிப்ப? தோப்படா. அந்த வெற்றி கூட உங்களுக்கு சொந்தம் இல்ல சார். நான் எவ்வளவு கேவலமா தோத்தாலும் தோத்தாலும் ஜெயிச்சா അമീഷമർക്ക് വേണ്ടായിരുന്നു. മുസ്ലിംകൾക്ക് കിട്ടുള്ളൂ. Story, screenplay, dialogue, song, music, direction. திரும்ப ஹிப் ஹாப் தமிழா தான சொல்றாரு. ஹிப் ஹாப் தமிழா. நான் அவனை விட செம டாலன்ட்னா. 5 Guys, കണ്ടപാട പടം ഡമ്മി ആവുന്നതിനാണ് എനിക്ക് തോന്നുന്നത്. മീസയും മുറുക്കോടെ നിർത്തിയാൽ മതിയായിരുന്നു. മുറുക്ക് 2 എന്തിനാണ് വന്നതെന്ന് അറിഞ്ഞൂടാ. ഇനിയിപ്പം വേറെ പടങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കുമെന്നും അറിഞ്ഞൂടാ. ഇതൊരു പഴയ കാലത്തിലേക്ക് വരുന്നുണ്ട്, പുതിയ കാലവും വരുന്നുണ്ട്. ഇനി പാസ്റ്റും ഫ്യൂച്ചറും തമ്മിലുള്ള ഒരു റിലേഷൻ പറയുകയാണെന്ന് അറിഞ്ഞൂടാ. ബട്ട് എന്നിരുന്നാലും ആ റിവീലിംഗ് ടീസർ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. കണ്ടിട്ടിന് ഒരു ഗുമ്മും ഇല്ല. മ്യൂസിയം മുറുക്കിലൊക്കെ ആ വിവേകവും ഒക്കെ ഉള്ള തോത്താലും ജയിച്ചാലും ആ ഒരു എനർജിയൊക്കെ ആ സിനിമയിലുണ്ട്. പക്ഷെ ഇതിൽ ആ ഒരു എനർജിയില്ല. ഒരു എന്താ പറയുക, ഒരു ഉറക്ക പടം വരാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ കുറച്ച് ഡമ്മി കോമഡിയും വരാനുള്ള ചാൻസ് കൂടുതലാണ്. കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. പിന്നെ ഈ ഫ്യൂച്ചറിലേക്ക് വരുമ്പം ഹിപ്പ് ഹോപ്പിൻ്റെ 2-3 പാട്ടൊക്കെ ചിലപ്പം വരും, നല്ല പാട്ടുകളൊക്കെ. അല്ലാത്ത പക്ഷം ആ ഒരു മ്യൂസിക് ഡയറക്ടറിൻ്റെ സംസാരിച്ച് മീശയൊക്കെ മുറുക്കിയിട്ട് വരുന്ന ആ ഒരു റോളൊക്കെ കോമഡി ആയിട്ടുണ്ടായിരുന്നു. പഴയ ബീജിയം തന്നെ ഇതിലിട്ടാൽ മതിയായിരുന്നു. മീശയ്യ മുറുക്ക് പക്ഷെ ഇതൊരു പുതിയൊരു കൊച്ചു പിള്ളേരുടെ ആ ഒരു വോയിസ് ഒക്കെ വന്നിട്ടുള്ള ഒരു സെറ്റപ്പാണ് ചെയ്തേക്കുന്നത്. മൊത്തത്തിൽ എനിക്ക് ഒരു രീതിക്കും വേണ്ട എന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ തോന്നുന്നത്. മിസൈ മുറുക്കോടെ നിർത്തിയാൽ മതി. മിസൈ മുറുക്ക് 2 എന്തിനാണെന്നുള്ളത്. ഇത് പുഷ്പിയാണ് എനിക്ക് തോന്നുന്നത് പ്രൊഡ്യൂസിങ് കാര്യങ്ങളൊക്കെ. കാരണം സുന്ദർ സി ഹിപ്പ് ഹോപ്പ് തമിഴനും തമ്മിലുള്ള
ആ ഒരു കണക്ഷൻ, ആ ഒരു ബന്ധം ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഈ പടത്തിൽ സ്റ്റോറി, സോങ്, ഡയറക്ഷൻ, ഡയലോഗ്, ലിറിക്സ് എല്ലാം ഹിപ്പ് ഹോപ്പ് തമിഴ് ആദ്യം തന്നെയാണ് ചെയ്യുന്നത്. എനിക്കൊന്ന് പടം ഗുണ്ടാവാനാണ് സാധ്യത കൂടുതൽ. ഒരു രീതിയിലും രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല കണ്ടപാടെ. കാരണം ആ ഒരു മ്യൂസിയം മുറുക്കിനോട് ആ ഒരു ഹൈപ്പ് അല്ലെങ്കിൽ ആ ഒരു സിനിമയോടുള്ള നീതി പുലർത്തിയോന്ന് ഈ ടീസറിലൂടെ ചോദിച്ചാൽ തീർച്ചയായിട്ടും 1% പോലും പുലർത്തിയിട്ടില്ല. അത്രയ്ക്കും ബോറായിട്ടുണ്ട്. ഒരു ഇൻട്രസ്റ്റിംഗും തോന്നുന്നില്ല. പഴയ കാലത്തിലേക്ക് പോകേണ്ട ആവശ്യവും ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് അതും അറിയില്ല, തോന്നുന്നില്ല അങ്ങനെ ഉണ്ടായിരുന്നു. ഈ പുതിയ കാലത്തെ തന്നെ കുറച്ചുകൂടെ എൻഗേജ്മെന്റ് ആയിട്ട് വല്ലതും കൊണ്ടുപോയാൽ മതിയായിരുന്നു. ഈ പഴയ കാര്യം കുറച്ച് പോയിട്ട് അവിടെ പോയിട്ട് പഴയ സംഗീതത്തെക്കുറിച്ച് നിനക്ക് എന്തറിയാം, അങ്ങനത്തെ കുറച്ച് ഡയലോഗുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പറയാൻ ഇങ്ങനെയൊക്കെ പോകുന്ന സിനിമ. എന്തായാലും പിന്നെ ആ പഴയ കാലത്തിൽ ആ മീശയോ കാണാൻ വയ്യ. എന്തുകൊണ്ടാണെന്നാണ് എൻ്റെ ഒരു ചോദ്യം. ഹിപ്പ് ഹോപ്പ് നമ്മൾ പറയും എന്തുകൊണ്ടാണ് മ്യൂസിയം വർക്ക് 2, എന്താണ് നിങ്ങൾക്ക് മ്യൂസിയം വർക്ക് 2 ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചത്? ഒരു ടീസർ തന്നെയാണ്. ആ ഒരു മ്യൂസിയം വർക്കിൻ്റെ ഒരു ലെവലും ഈ ടീസറിൽ വന്നിട്ടില്ല.